പറ്റുന്നത് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് അതി തുളസിക്ക് കഴിച്ചിട്ട് കൊറേ ചോദിച്ചാല്
Hare Rama, Hare Rama, Rama Rama,
Welcome all of you to this evening, Thanksgiving. എല്ലാവരെയും വിവിധമായി ഇന്നത്തെ വൈകുന്നേരത്തെ മനോഹരമായ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യുന്നു. So we are blessed to be here in the presence of all of you. Thanks to for arranging this wonderful facility to meet you all. നമ്മളെല്ലാം പ്രഭു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് നന്ദി പറയുന്നു. This mentions some name. Very helpful. So I am coming from Chennai, so I can understand thanks Malayalam, but I cannot speak. So please forgive me. Now, with the help of Katavat Prabhu, I try to communicate. പ്രഭു പറയുന്നത് പ്രഭു വരുന്നത് ചെന്നൈയിൽ നിന്നുമാണ്. അദ്ദേഹത്തിന് മലയാളം കേട്ടാൽ മനസ്സിലാകും, പക്ഷെ തിരിച്ച് സംസാരിക്കാനുള്ള സാധ്യമായില്ല. അതുകൊണ്ട് പ്രഭു എന്റെ സഹായത്തോടു കൂടി തീർച്ചയായിട്ടും നമ്മളായിട്ട് ഭാഗവതം ചർച്ച ചെയ്യാൻ പറ്റും. So chant the Mangacharan prayers and then proceed to discuss a little bit. And I would request anybody who has any questions, feel free to ask in between. നമ്മളിപ്പോ മംഗളാചരണത്തോടു കൂടി ഭാഗവതം ക്ലാസ്സിലേക്ക് പോവുകയാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Namo Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate
വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണം നമസ്കൃത്യ നാരായണം നമസ്കൃത്യ ചൈവ നരോത്തമം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം ദേവീം സരസ്വതീം വ്യാസം ജയമുദീരയേ തതോ ജയമുദീരയേ പ്രായേഷ ഭദ്രേഷു അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭഗവതി ഉത്തമ ശ്ലോകേ ഭവതി നൈഷ്ഠികീ ഭവതി നൈശ്വരീ ഓം അജ്ഞാനതിമിരാന്തസ്യ ശലാകയാ ചക്ഷുരുന്മിലിതം തസ്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ പരമേയം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീപാദകമലം ശ്രീഗുരുർവൈഷ്ണവാംശ ശ്രീരൂപം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പതേ വൃന്ദാവനേശ്വരി ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ചൈതന്യ नमस्ते सारस्वती नमस्कार. So, thank you once again. So we have been reading, discussing from a very, very beautiful section in Srimad Bhagavatam, the story of Maharaj Chitraketu. പ്രഭു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം ശ്രീമദ് ഭാഗവതത്തിലെ മനോഹരമായ ഒരു എപ്പിസോഡായ ചിത്രകേതു മഹാരാജാവിന്റെ കഥയെ കുറിച്ചാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എപ്പിസോഡായിട്ട് ആയതുകൊണ്ട് ഇന്നും അതിന്റെ ബാക്കിയാണ് ചർച്ച ചെയ്യുന്നത്. So, because some of you are not there, to tell that in a little bit of a concise summary, and then to go forward. നിങ്ങൾ പല ആൾക്കാരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ എപ്പിസോഡിൽ ഭാഗമാക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിനെ കുറിച്ച് ഒരു സംക്ഷിപ്ത രൂപം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. So, many millions of years ago, there was one king by name Chitra. How many of you know about Chitraketu? Just to Maharajji, just to hear. കേട്ടിരിക്കന്നെ Actually, Welcome. Okay, then no problem. Feels like a CC. So, many millions of years ago, before Kali Yuga, like, Satyuga, Tretayuga time. So, there was one king by name Chitraketu. അതായത് നമ്മൾ ഫ്ലാഷ് ബാക്ക് പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കലിയുഗോ അല്ല ദ്വാപരയുഗോ അല്ല, ത്രേതായുഗം കാലഘട്ടത്തില് ഈ രാജ്യം ഭരിച്ചിരുന്നത്, ഈ ലോകം ഭരിച്ചിരുന്നത് ചിത്രകേതു എന്നൊരു മഹാരാജാവ്. He was a very, very noble king, very powerful king. He was ruling the whole world, whole of the earth.
അന്നത്തെ കാലത്ത് ഇദ്ദേഹം ഭരിച്ചിരുന്നത് രാജ്യമല്ല, ലോകം മുഴുവനും ഭരിച്ചിരുന്ന മഹാരാജാവ് വളരെ എളിമയുള്ള നല്ല ഒരു ഭക്തനും കൂടിയായിരുന്നു. And all the citizens are very happy because everything they wanted was provided by the king's immaculate rule. അവിടെ രാജ്യത്തുണ്ടായിരുന്ന എല്ലാ പ്രജകളും വളരെ സംതൃപ്തരായിരുന്നു. കാരണം ഈ മനോഹരമായ ഈ ചിത്രകേതു മഹാരാജാവിന്റെ ഭരണ സംവിധാനങ്ങൾ കൊണ്ട് എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം ആ രാജ്യത്ത് കിട്ടുമായിരുന്നു. And he was a devotee king. He was very much devoted to the dharma, our dharma, Sanatana dharma. He himself was perfectly following it, and he was encouraging everybody else also to follow. അദ്ദേഹം നല്ല ഒരു രാജാവ് എന്നതിനേക്കാൾ ഉപരി വളരെ നല്ലൊരു ഭക്തനും കൂടിയായിരുന്നു. അദ്ദേഹം സനാതന ധർമ്മം നല്ല രീതിയിൽ പിന്തുടരുകയും അത് ചെയ്യുവാൻ വേണ്ടി പ്രജകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഒരു രാജാവായിരുന്നു. How many of you know what is Sanatana dharma? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം സനാതന ധർമ്മം എന്നാൽ എന്തെന്ന്? Who knows? I know about our Tilak, no? But what about those cities? എനിക്കറിയാം ഈ തിലകൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കും, മറ്റുള്ള ആൾക്കാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു, അല്ലെ? Have you heard of this word Sanatana dharma before? സനാതന ധർമ്മം എന്നുള്ള വാക്ക് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? Yes. Most of them. Where did you hear it? എവിടെ ഇരുന്നാണ് ഇത് കേട്ടത്? എവിടെ നിന്നുമാണ് കേട്ടത്? You introduced them. Before that you did not hear. ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഭാരതീയ സനാതന ധർമ്മത്തിന്റെ വഴി കൂടെയാണ്. Very good. I said saying the Bharatiyas are following the Indians. Bharatiyas. All Bharatiyas are following the Sanatana dharma. That's a very nice answer. Where else you heard it? ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? You not heard it? You don't look at news center. ന്യൂസ് ഒക്കെ കാണാറില്ലേ നിങ്ങൾ? Very protected people like you have from the contaminate them. ന്യൂസ് പോലെ കേൾക്കാൻ നല്ല ആൾക്കാരാണോ നിങ്ങൾ? You might not have heard it. This in Tamil Nadu, predominantly people are atheistic there. Though Bhakti was born from that region, from Kaveri flows, but still predominantly the people who are ruling and who are there mostly, they are all atheistic in nature. നിങ്ങൾക്ക് അറിയാമോ തമിഴ്നാട്ടിലെ പ്രത്യേകിച്ചും ഏതിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിശ്വാസികള്, ദൈവം ഇല്ലാന്ന് ദൈവമില്ല എന്ന് പറയുന്ന നാസ്തികരായിട്ടുള്ള ആൾക്കാര് തമിഴ്നാട്ടിലുമുണ്ട്. കാവേരി നദിയുടെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർ താമസിക്കുന്നതിൽ കുറച്ച് ആൾക്കാര് പൂർണ്ണമായും ദൈവമില്ല എന്ന് പറയുന്ന അവിടെ നിന്നാണ് ഭക്തി വന്നതാണ് ആൾക്കാരാണ്. See, I can understand. കാവേരി നദിയുടെ ഭക്തി ദേവി ഉണ്ടായത്. എങ്കിലും അവിടെയുള്ള കുറച്ച് ആൾക്കാര് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ അവിടെ. So about 1.5 years ago, kind of almost, the one very prominent person there, in the rule, in the party that is ruling, he what is that? He proclaimed in the meeting that I will uproot the Sanatana dharma and completely eradicate it. അവിടെ ആ സമയത്ത് ഭരിച്ചിരിക്കുന്ന 1.5 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഭരിച്ചിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിലുള്ള ഒരു മന്ത്രി അദ്ദേഹം പറയുകയുണ്ടായി, സനാതന ധർമ്മം എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പൂർണ്ണമായും എതിർക്കുന്നു എന്നുള്ള രീതിയിൽ വളരെ തുടച്ചു നീക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം. So it created a lot of big uproar in all over India, but in south, especially in Tamil Nadu and Karnataka, there was no impact at all. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഭാരതം മുഴുവനും അദ്ദേഹം പറഞ്ഞതിന്റെ പ്രതിപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്രത്തോളം പ്രതിഷേധങ്ങൾ കർണാടകയിലും ഉണ്ടായിരുന്നു. So there were people are asking, what is this person telling will eradicate Sanatana dharma? Where is Sanatana dharma?
You just now eradicated corona. Like that, this is one more virus or what? Like that they were asking. ചില ആൾക്കാർ ചോദിച്ചു എവിടെയാണ് ഈ സനാതന ധർമ്മം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് പറയുന്നുവല്ലോ. നമ്മൾ കുറച്ചു നേരത്തെ നമ്മൾ തുടച്ചു നീക്കിയല്ലോ കൊറോണ എന്ന് പറയുന്ന വ്യാധിയെ. അതേപോലെ മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണോ ഈ സനാതന ധർമ്മം എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നു. So for many thousands of years, this kind of atheists and so many other foreigners, they all come and try to create confusion and eradicate or vanquish our Sanatana Dharma. Nobody is able to do it. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതേപോലത്തെ ഉദ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫോറിനേഴ്സ് അടക്കം വരികയും ഇതേപോലെ തന്നെ ഭഗവാൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുമെല്ലാം സനാതന ധർമ്മം പൂർണ്ണമായി തുടച്ചു നീക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും അതിന് കഴിഞ്ഞിട്ടില്ല. So in all over the world, there are so many countries where belonging to Muslims and Christians, right? But if you see, there is no specific country for this Sanatana Dharmists or Hindus. ലോകത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് മുസ്ലിം രാജ്യവും ക്രിസ്ത്യൻ രാജ്യവും ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ കാണാം. എന്നാൽ സനാതന ധർമ്മം എന്നുള്ള രീതിയിലോ ഹിന്ദു ധർമ്മം എന്നുള്ള രീതിയിലോ ഒരു മാത്രമുള്ള ഒരു രാജ്യത്തിന് ഇന്ന് ഈ ലോകത്ത് കാണാൻ കഴിയും. So thousands and thousands of years, these people are trying to come and invade India and do Bharat and all that, but they are not able to take away the culture till now. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല ആൾക്കാരും ഭാരതത്തിൽ വന്ന് രാജ്യം പിടിച്ചിറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും സനാതന ധർമ്മത്തിനെ തുറച്ചു നീക്കാൻ ആർക്കും കഴിയും. So wondering why? See, if something very much protected, you can say, okay, it is protected, so I cannot destroy it. But it is not at all protected in the sense that in India so many people come and do investment and all that. But still, how these and so many people are converted also. But still, how they were not able to destroy the Sanatana Dharma. ഒരുപാട് വിദേശ ആധിപത്യവും ഭരണവും ഒക്കെ ഭാരതത്തിന് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിനെ നശിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് സനാതന ധർമ്മം എന്നുള്ള ഈ ഒരു കൾച്ചർ. See, so many centuries, Islam, the Islam invasion was there and they were ruling. Aurangzeb, Babur, Shahjahan, Jahangir, and then we have, and then followed by the British rule for 200-300 years. They were all trying to impose their education, their culture, their religion, and everything. But still, they could not destroy or finish this Sanatana, this dharma of this book. മുസ്ലിം ആധിപത്യവും ബ്രിട്ടീഷ് ആധിപത്യം എന്നിങ്ങനെ ഒരുപാട് ആധിപത്യങ്ങൾ ഭാരതത്തിൽ ഉണ്ടായി. നമ്മൾ കാണുമ്പോൾ 400-600 വർഷങ്ങൾ മുഗളന്മാരടക്കമുള്ള മുസ്ലിം ആധിപത്യവും 300 വർഷത്തോളം ബ്രിട്ടീഷ് ആധിപത്യവും ഒക്കെ ഭാരതത്തിൽ ഉണ്ടായിരുന്നിട്ട് കൂടി അവർ എത്ര കഠിനം ശ്രമിച്ചിട്ട് ഭാരതത്തിന്റെ യഥാർത്ഥ പാരമ്പര്യമായ സനാതന ധർമ്മത്തിനെ ഉന്മൂലനാശനം ചെയ്യാൻ ഒരിക്കലും ആർക്കും ഇതുവരെയും കഴിഞ്ഞു. I was wondering how it can happen. Everybody is telling this side to this person is also telling, I will eradicate, destroy Sanatana Dharma. And for so many thousands of years, people were telling how it is still not possible to destroy it. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ മന്ത്രി പറഞ്ഞു ഇതേ കാര്യം പറഞ്ഞു സനാതന ധർമ്മത്തിനെ ഞാൻ പൂർണ്ണമായും ഉന്മൂലനാശനം ചെയ്യും. ഇത് തന്നെയാണ് ഇത്രയും വർഷത്തോളം ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇവർക്കൊന്നും സനാതന ധർമ്മത്തിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുന്നില്ല? Because those who are following Sanatana Dharma themselves don't know that what is Sanatana Dharma. അത് എന്തുകൊണ്ടല്ല ആരാണോ സനാതന ധർമ്മം ഫോളോ ചെയ്യുന്നത് അവർക്ക് പോലും അറിഞ്ഞൂടാ എന്താണ് ഈ സനാതന ധർമ്മം. That is why, especially in Kerala and Tamil Nadu, it is nobody is able to tell anything, Because see, suppose I come to the police is coming, thief is hiding inside one house. Police is coming. Hey, did you see the thief? To the house owner, they are asking, did you see the thief? He said, no, I didn't see the thief. I don't know, no thief entered. So they will go away, no? They will not ask anything. The police will go away. Because you yourself don't know that you are following Sanatana Dharma. So they will come and ask you, hey, are you following Sanatana Dharma? No, I don't know what is Sanatana Dharma. Okay, you leave. കേരളത്തിലും തമിഴ്നാട്ടിലും പ്രത്യേകിച്ചും സനാതന ധർമ്മം ഫോളോ ചെയ്യുന്ന ആൾക്കാർ പോലും അറിയില്ല അവർ ഫോളോ ചെയ്യുന്ന സനാതന ധർമ്മമാണ്. ഉദാഹരണമായി പറയുന്നത് ഒരു പക്ഷേ ഒരു പോലീസ് ഒരു സ്ഥലത്ത് വന്നിട്ട് കള്ളനെ കണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ
ഇല്ലില്ല ഞാനൊന്നും കള്ളനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് പോലെ അവർ ചോദിക്കും നിങ്ങൾ സനാതനധർമ്മം ഫോളോ ചെയ്യുന്നവരാണോ എന്ന് ചോദിക്കും. ഇല്ലില്ല സനാതനധർമ്മം ഒന്നും ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയും. കാരണം എന്താണ് സനാതനധർമ്മം എന്ന് എനിക്കറിയില്ല. So when we at that time when this problem was going on, some of these media people went and asked our people in various parts of Tamil Nadu and all, what do you think about this statement about Sanatana Dharma of this person, of this minister? Then they were saying Sanatana Dharma. We don't know what is Sanatana Dharma. Then that person has to explain. Okay, are you keeping pictures of God inside home? You are going to the temple? Yes. You are putting rangoli in front of your home? Yes. Then you are putting garland to the God and making altar and everything. You are eating prasadam? Yes. Then you are following Sanatana Dharma. No, I didn't know what. This is Sanatana Dharma. അതായത് ഈ പറഞ്ഞ പ്രസ്താവന ഈ മന്ത്രി ഇറക്കിയതിനു ശേഷം അവിടെ ജേർണലിസ്റ്റ് അതായത് മീഡിയാസ് പത്രക്കാരെ ഇവരെല്ലാം ആൾക്കാരെ വ്യത്യസ്തമായ രീതിയിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് തമിഴ്നാട്ടിലുള്ള ആൾക്കാരോട് ചോദിച്ചു, നിങ്ങൾ സനാതനധർമ്മം ഫോളോ ചെയ്യുന്ന വ്യക്തിയാണോ? നിങ്ങൾക്ക് സനാതനധർമ്മത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ചർച്ചകളിൽ എന്താണ് അഭിപ്രായം? നിങ്ങൾ സനാതനധർമ്മം ഫോളോ ചെയ്യുന്ന വ്യക്തിയാണോ? അപ്പൊ അവര് പറഞ്ഞു സനാതനധർമ്മം അറിയിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോ ഈ പത്രപ്രവർത്തകർ പറയുകയുണ്ടായി, താങ്കൾ ക്ഷേത്രത്തിൽ പോകാറുണ്ടോ? വീട്ടില് ഭഗവാന്റെ പിക്ചറുകൾ വെക്കാറുണ്ടോ? വീട്ടില് ഭഗവാൻ മാല അണിയിക്കാറുണ്ടോ? വീട്ടിലെ നടയിൽ കോലം ഇടാറുണ്ടോ? ഭഗവാൻ നിവേദിച്ച പ്രസാദം കഴിക്കാറുണ്ടോ? ഇതിനെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ നിങ്ങൾ സനാതനധർമ്മം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞു ഇല്ല ഞാൻ സനാതനധർമ്മം ഫോളോ ചെയ്യുന്ന വ്യക്തിയല്ല. So this is how we are so ignorant. അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ അജ്ഞാനത്തിലാണ് നമ്മൾ. And we have to understand first of all what is Sanatana Dharma. There are two words. നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് വാക്കുകൾ, സനാതന ധർമ്മ. So because to protect this dharma, many thousands of great personalities have sacrificed their life. This Chitraketu was one of those persons. Like that, many Yudhishthira Maharaj, Prahlad Maharaj, Parikshit Maharaj, Ambarish Maharaj, Dhruva Maharaj, everybody you take, all the other great personalities in our dharma, they all laid their life to protect this dharma. നമ്മുടെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പരമഭക്തന്മാര് സനാതനധർമ്മം നിലനിർത്തുവാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളതായി കാണാം. നേരത്തെ പറഞ്ഞതുപോലെ യുധിഷ്ഠിര മഹാരാജാവ്, അംബരീഷ മഹാരാജാവ്, പ്രഹ്ലാദ മഹാരാജാവ്, പരീക്ഷിത മഹാരാജാവ്, ധ്രുവ മഹാരാജാവ് എന്നിങ്ങനെ വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. ഇവരെല്ലാം സനാതനധർമ്മം നിലനിർത്തി പോകാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. See, for example, why do you have this society? ഉദാഹരണത്തിനായി നമ്മൾ ചോദിക്കുന്നു, എന്തിനാണ് ഈ സമൂഹം ഉള്ളത്? Like this, there are many societies for different communities. ഇതേപോലെ പല സമൂഹങ്ങൾ ഉണ്ടല്ലോ അല്ലേ? Why do you want to do that? എന്താണ് ഈ സമൂഹത്തിൽ നിങ്ങൾ ചെയ്യുന്നത്? There is some speciality for unique identification for this society, no? For this community, no? തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്വഭാവ സവിശേഷത ഉണ്ടാവുമല്ലോ അല്ലേ? To protect that community's unique identification, you need to bring them all together. ഈ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനാണ് നമ്മൾ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. And if they are separated, then what will happen? If it is all separated, then it will dissipate. ഇപ്പോ ഓരോരുത്തരും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം നടക്കാൻ കഴിയില്ല. That is why we all congregate in the temples together and celebrate festivals and please switch off phones and silence. ഇതേ ആവശ്യത്തിനാണ് നമ്മൾ ഒരുമിച്ച് വരാൻ വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ ഉള്ളത്. So now this word is we have to really understand this properly. Only then we will be able to appreciate how much our acharyas and our ancestors, they all have sacrificed their life for this one particular religion. ഈ ഒരു മതത്തിന് വേണ്ടി ഈ സനാതനധർമ്മത്തിന്റെ എത്രത്തോളം ഭക്തന്മാരാണ് പൂർവ്വകാലങ്ങളിൽ പൂർണ്ണമായും ജീവിതത്തിന് ത്യാഗം സഹിച്ച് ഈ സനാതനം സംരക്ഷിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. Because this is the only religion which was existing thousands, maybe 2,000-3,000 years ago. Until that point, this was the only religion that was present all over the world, Sanatana Dharma. വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം മുഴുവനും ഉണ്ടായിരുന്ന ഒരേ ഒരു ധർമ്മം എന്ന് പറയുന്നത് മറ്റെല്ലാ മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഈ ധർമ്മമായ സനാതന ധർമ്മമാണ്.
So everywhere you go, you will find this again, the symptoms of this Sanatana Dharma. നമ്മൾ ഈ ലോകത്ത് ഏത് കോണിൽ പോയാലും തീർച്ചയായിട്ടും സനാതന ധർമ്മത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. You know this thing, Vatican City? Vatican City. വത്തിക്കാൻ സിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? Everybody has heard Vatican City. കേട്ടിട്ടുണ്ടോ? See how nice it is. Everybody knows Vatican City. Hardly anyone knows. എല്ലാവർക്കും വത്തിക്കാൻ സിറ്റി എന്താണെന്ന് അറിയാം. നോക്കിയേ, എല്ലാവർക്കും അറിയാം. Right? So this is how when you keep on hearing this thing, you becomes used to it. നമ്മൾ കേട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ അതിനെ കുറിച്ച് നല്ല ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാകും. That Vatican City comes from the word Vatica. വത്തിക്കാൻ സിറ്റി എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ വന്നത് വാട്ടിക എന്നുള്ള വാക്കിൽ നിന്നുമാണ്. What is Vatica? വാട്ടിക എന്ന് പറഞ്ഞാൽ എന്താ? പൂന്തോട്ടം. Yeah, Vatica means ashrama with a വാട്ടിക എന്ന വാക്കിന് അർത്ഥം എന്താ? വാട്ടിക എന്ന് പറഞ്ഞാൽ അത് പൂന്തോട്ടം എന്നാണ്. പൂന്തോട്ടം എന്നാണ്. right? So it's an ashram with a nice garden. നല്ല നല്ല അഴകുള്ള പൂന്തോട്ടത്തിനെയാണ് വാടിക എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. So if you go to the Western America there, if you go to the US and all, there is a big place called Grand Canyon. Then there will be big mountains will be there. They call them Vishnu Temple, Rama Temple, Krishna Temple, etc. I have been there and I have seen it. And those places, nobody will existing. But how the hundreds of thousands of years ago, how they had named him with Vishnu Temple, Rama Temple, Buddha Temple, etc. അമേരിക്കയിലും ഇതുപോലത്തെ പല വിദേശ രാജ്യത്തും ഞാൻ പോയിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. പല വലിയ വലിയ മലകളുടെ മുകളിലൊക്കെ അവിടെ വിഷ്ണു ക്ഷേത്രം, അതേപോലെ ജൈന ക്ഷേത്രം, അതേപോലെ ബുദ്ധ ക്ഷേത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം അവിടെ വന്നത്? Because this dharma only was existing all over the world. എന്തുകൊണ്ടെന്നാൽ ഈ നമ്മുടെ സനാതനധർമ്മമാണ് ലോകം മുഴുവൻ ആദ്യം ഉണ്ടായിരുന്നത്. The name Russia comes from Rishi. Rishis were staying there. Many rishis were staying there. So it's called Russia. Russia became Russia. റഷ്യ എന്നുള്ള പദം എവിടെ നിന്ന് വന്നെന്ന് അറിയാമോ? ഋഷിമാര് കൂടുതൽ പാർത്തിരുന്ന സ്ഥലമാണ് റഷ്യ എന്നുള്ള വാക്കിലേക്ക് മാറുന്നത്. And Australia, it comes from the word Astra Alaya. ഓസ്ട്രേലിയ എന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ സംസ്കൃത വാക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് അസ്ത്ര ആലയ എന്നാണ്. Because the Pandavas, when they were ruling the kingdom, they wanted to test their Divya Astram, like nuclear weapons and all that. So you cannot do that in the middle of a crowded, populated place. So Australia, if you see, it's fully desert area. Only some 4 or 5 big cities are there. Otherwise, it's a huge continent with no major population. So they were using that place to test their astras, their arrows, their astram, astras. So they are using that. That's why they call it Astra Alaya. That became Australia. ഓസ്ട്രേലിയ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലെ? അതിന്റെ യഥാർത്ഥ പേര് അസ്ത്ര ആലയ എന്നാണ്. എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡവന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തില് അവരുടെ സൈന്യ അഭ്യാസങ്ങൾ നടത്തിയിരുന്ന സ്ഥലമാണ്. ഉദാഹരണത്തിന് ന്യൂക്ലിയർ വെപ്പൺസ് പോലത്തെ ആയുധങ്ങൾ നമുക്ക് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഇടയിൽ വെച്ച് അതിനെ പൊട്ടിക്കാനോ അതിനെ പരീക്ഷിക്കാനോ കഴിയുന്നു. അതുകൊണ്ട് ആൾക്കാർ ഒഴിയ സ്ഥലമാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ നമുക്കറിയാം ഒരു വൺ ഓഫ് ദ കോണ്ടിനെന്റ് ആണ് ഓസ്ട്രേലിയ. ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളവും നടുക്ക് മൊത്തം ഈ പറഞ്ഞ മരുഭൂമി പോലത്തെ സ്ഥലമാണ്. കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് ഇവർ ഇതുപോലത്തെ ആയുധ പരീക്ഷണങ്ങളും ഇതുപോലത്തെ ആയുധങ്ങൾ പൊട്ടിച്ച് നോക്കുകയൊക്കെ ചെയ്തിരുന്നു. There one city is named Sydney, and that Sydney was actually those Siddhas were meditating there, or they were doing meditation there. So Siddhi became Sydney. സിഡ്നി എന്നുള്ള ഒരു സ്ഥലം അവിടെയുണ്ട്. അപ്പൊ സിദ്ധന്മാര് പാർത്തിരുന്ന സ്ഥലമാണ് സിഡ്നി എന്ന് പറഞ്ഞ് മാറി. And Arjuna is Krishna's friend, one of the Pandavas. He said, I will go and meditate separately in another place. His other name is Parth. And so when he meditated another place, that place became Perth. That is one major city in Australia. ഓസ്ട്രേലിയയിലെ മറ്റൊരു സ്ഥലമുണ്ട്, പെർത്ത് എന്നാണ് അതിന്റെ സ്ഥലത്തിന്റെ പേര്. യഥാർത്ഥത്തിൽ ആ സ്ഥലം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് പാർത്ഥൻ എന്നുള്ള നമ്മുടെ അർജുനൻ കൃഷ്ണന്റെ ഫ്രണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ട് പോയിരുന്ന് ധ്യാനിച്ച സ്ഥലമാണ് പാർത്ഥൻ ധ്യാനിച്ച സ്ഥലം എന്നുള്ള അർത്ഥമുള്ള പെർത്ത്. Even now when they are digging deep in the lands in South America, Russia, Africa and all, they are getting many nice deities, vigrahas of our godships like Surya, Ganesh, Vishnu, all different vigrahas they are getting. So how they were all going there out of nowhere, how those places
you can see these vigrahas. നോർത്ത് അമേരിക്ക, റഷ്യ പോലുള്ള മറ്റെല്ലാ വിദേശ പല രാജ്യങ്ങളിലും ഇപ്പോഴും ഭൂമി കുഴിച്ചെടുക്കുന്ന സമയത്ത് അവർക്ക് പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് ഗണേശൻ, വിഷ്ണു ഇതുപോലത്തെ മൂർത്തികളുടെ വിഗ്രഹങ്ങൾ അവിടെ കിട്ടുകയാണ്. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഈ സംസ്കാരം നൽകുന്നു എന്നുള്ള തെളിവായാണ് ഈ വിഗ്രഹങ്ങളൊക്കെ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. In Mexico and all, they worship, they have a Surya Puja worship. മെക്സിക്കോ എന്നുള്ള സ്ഥലത്ത് സൂര്യപൂജയുണ്ട്. And I went to Japan. In Japan, they worship Ganesh ji. They worship Saraswati, Brahma, Lakshmi. All of them, I have pictures of that. I have taken pictures of that also. But they have a different name. Ganesh is called Kangiten. പറയാണ് ജപ്പാനിലെ പ്രഭു പോയിട്ടുണ്ടായിരുന്നു. അവിടെ നേരിട്ട് അദ്ദേഹം എല്ലാം പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഗണേശന്റെയും ഗണേശാരാധന ഉണ്ട്, ശിവാരാധന ഉണ്ട്, വിഷ്ണു ആരാധന ഉണ്ട്, ദേവി ദേവന്മാരുടെ ആരാധന ഉണ്ട്. പക്ഷെ അവിടെ വ്യത്യസ്തമായ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ദേവിയുടെ ഒരു പേര് പ്രഭു പറഞ്ഞു, ഗണേശന്റെ ഒരു പേര് പറഞ്ഞു. അത് എനിക്ക് പറയാറിഞ്ഞൂടാ, പ്രഭു തന്നെ ഒന്നുകൂടെ പറയാം. കാങ്കീട്ടൻ എന്നാണ് അവിടെ അദ്ദേഹത്തിനെ വിളിക്കുന്നത്. 10 means Deva. 10 എന്ന് പറഞ്ഞാൽ ദേവ. 10 means Deva. Like you know, Mahadeva, like that, you know, Indra Deva, Chandra Deva, like that. You said 10 means Deva. So for everything they will put is 10. എല്ലാ ദേവീദേവന്മാരുടെ പേരിന് അവസാനം 10 എന്ന് അവർ പറയും. ദേവ എന്നാണ്. So they have a big festival for Ganesh ji. They would go on the street and chant big symbols, sing and all that. ജപ്പാനിലെ ഗണേശന് വേണ്ടി മാത്രം വലിയൊരു ഫെസ്റ്റിവൽ ഉണ്ട്. അവിടെ നടുറോട്ടിൽ അവർ ഇറങ്ങി പാട്ടൊക്കെ പാടും. And the place where I was staying, next house, in front of their house, they will have a small box kind of a thing near the gate, and inside that Buddha will be there. And the person, the owner will come out every day before going to work. He will open that thing, and that kerchief we have to do that, no? Like that, he will do this like that, and do some little udvati thing, that incense, and then he will close the door and go away. എല്ലാ വീട്ടിലും ജപ്പാനിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസം ഉണ്ടെന്നാൽ എല്ലാവരുടെ വീട്ടിൽ ചെറിയൊരു കൂടാരം പോലെ ചെറിയൊരു സ്ഥലം ഉണ്ടാവും. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു ബുദ്ധന്റെ ഒരു വിഗ്രഹം ഉണ്ടാവും. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഈ ഗ്രഹനാഥന്മാർ വന്ന് തുണി പോലത്തെ ഒരു സാധനം വെച്ച് ഇങ്ങനെ പ്രത്യേക ഒരു പൂജ ചെയ്യും. എന്നിട്ട് അതേപോലെ തന്നെ ആരതി കാണിക്കുന്ന രീതിയിൽ ഒരു സാമ്പ്രാണി അവരെ കാണിക്കാറുണ്ട്. എന്നിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത്. So you have this Mukkupullayar, no? മുക്കുപിള്ളിയാറിനെ അറിയാമോ? മുക്കുപിള്ളിയാർ Mukkupullayar means in the corner of every street there will be one small Ganesh. മുക്കുപിള്ളിയാർ എന്ന് പറയുന്നത് അതെ, മുക്കുപിള്ളിയാർ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ എന്തെങ്കിലൊക്കെ ഒരു സ്ട്രീറ്റുകളില് വെളിയില് ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് മുക്കുപിള്ളിയാറിന്റെ കോർണറിലുള്ള ഗണപതി എന്നാണ് മുക്കുപിള്ളിയാറിന്റെ അർത്ഥം. So they have Mukkubuddha. അവർക്ക് ബുദ്ധനാണല്ലോ. Concept is the same. എന്തായാലും വിഷയം സെയിം ആണല്ലോ. Right. So even now, many people are getting converted to Christians in here also, but they don't know what to do after becoming Christians. So what they do? They go and break the coconut to Jesus Christ. ഇവിടെയും ഒക്കെ ആൾക്കാര് മതപരിവർത്തനം നടത്താറുണ്ട്. പലപ്പോഴും ചില ആൾക്കാരൊക്കെ ക്രിസ്ത്യൻ ആവാറുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ ആയിട്ട് എന്തിനാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അവരെന്ത് ചെയ്യും? അതിനുശേഷം ഇത്രയും കാലം ഗണേശനെ അടിച്ചിരുന്ന തേങ്ങ ജീസസ് ക്രിസ്റ്റിനാണ് കൊണ്ട് തേങ്ങ. So they during month of November, പലപ്പോഴും എല്ലാ നവംബർ മാസങ്ങളിലും so this Kartik month is there. Kartikeya we say, no? കാർത്തിക മാസം ഒരു മാസം വരാറുണ്ട്. You do that lamp, you light the lamp for. So they don't know what to do, so they light the lamp for, put all the lamps everywhere for Jesus Christ. സാധാരണ സനാതനധർമ്മത്തില് ഭഗവാന് ദൈവങ്ങളൊക്കെ കാണിക്കുന്ന പ്രതിഭാസം എല്ലാ കാർത്തിക മാസത്തിലും ഉണ്ട്. എന്നാൽ അവർക്ക് എന്താണ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ അവര് ഈ ലൈറ്റ് ഒക്കെ കൊണ്ടിടുന്നത് ജീസസ് കൃഷ്ണ. In America and Australia and London, UK and all, the churches are tight closed, air tight closed. പല വിദേശ രാജ്യങ്ങളിൽ യഥാർത്ഥത്തിൽ Nobody is there. It's just totally empty. പല വിദേശ രാജ്യങ്ങളിലും നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്നാൽ പല പള്ളികളും പൂർണ്ണമായും പൂട്ടിയിരിക്കുകയാണ്. കാരണം ആൾക്കാരും വരുന്നില്ല. But the churches in India are flourishing like anything. എന്നാൽ അതെന്ന് പറയട്ടെ, അതേ പള്ളികൾ ഇന്ത്യയിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. So our Guru Maharaj was telling, if you want to know how to worship Jesus Christ, you come to India. അതുകൊണ്ട് മഹാരാജ് വിദേശ രാജ്യത്തിൽ പോയി ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരോട്, ക്രിസ്ത്യാനി രാജ്യത്തിനുള്ള ആൾക്കാരോട് പറയുകയാണ്,
എങ്ങനെയാണ് ഒരു പള്ളി നന്നായി നടക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ വരണമെന്ന് പറയാം. Now they have released Christu Bhagavatam. അവർ പുതിയതായിട്ട് ഒരു ഭാഗവതത്തില് ക്രിസ്തു ഭാഗവതം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. We know Srimad Bhagavatam. How many of you know Bhagavatam, Srimad Bhagavatam? എത്ര പേർക്ക് അറിയാം ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച്? Like Narayaniyam, you know? നാരായണത്തിനെ കുറിച്ച് അറിയാമോ? Everybody knows Narayaniyam, right? Narayaniyam is just a condensed form of Bhagavatam, that's all. നാരായണൻ എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ്. So Bhagavatam was written many thousands of years ago by Vyasadeva, but they think that hey, this Bhagavatam is so famous, so we will write one more for Jesus Christ. So they written Christu Bhagavatam. യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് വർഷം മുമ്പേ ശ്രീമദ് ഭാഗവതം ലോകത്തിലുണ്ട്. അപ്പൊ എല്ലാവരും നോക്കിയപ്പോ ഭാഗവതം എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് അവര് വിചാരിച്ചു എങ്കിൽ നമുക്കൊരു ഭാഗവതം ഇറക്കി വയ്ക്കാം, ക്രിസ്തു ഭാഗവതം. So they have written Holy Bible and distributed for free for everywhere, but nobody is reading it. So they thought, okay, Christu watch, then with Bhagavatam, then they think that they will all read. So because our people are soaked in our culture, that they wherever they go, then they go to Islam or Christianity, they will again do the same thing only. അങ്ങനെ അവർ നോക്കിയപ്പോ ഒരുപാട് പേര് അവര് ബൈബിളൊക്കെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും അടിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അവര് പലപ്പോഴും അത് വായിക്കുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരല്പം പരിവർത്തനം ചെയ്ത് എഴുതാൻ തുടങ്ങി. കൃഷ്ണവാച എന്നുള്ള സ്ഥലത്തൊക്കെ അവര് ക്രിസ്തുവാച എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പല ആൾക്കാരും പല മതങ്ങളും പരിവർത്തനം ചെയ്ത് പോയേക്കാം, എന്നാൽ അവിടെ പോയിട്ടും അവർ ചെയ്യുന്നത് സനാതന ധർമ്മത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങളാണ്. So what is Sanatana Dharma really? Sanatana Dharma is that which is Sanatana. First of all, split the two things. First is Sanatana, then is Dharma. സനാതന ധർമ്മം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിനെ രണ്ടായി തിരിക്കാം. സനാതന ധർമ്മ. So in this word, Sanatana means that which is always existing, that which cannot be destroyed. സനാതന എന്നുള്ള വാക്കിന് വ്യക്തമായ അർത്ഥം എന്തെന്നാൽ സനാതനം എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയാത്ത എന്നാണ് സനാതന എന്നുള്ള വാക്കിന് അർത്ഥം. It is always existing. എപ്പോഴും അതുണ്ടാകും എന്നാണ് അർത്ഥം. So if somebody is telling that I will destroy that which cannot be destroyed, by its name itself it is saying it cannot be destroyed. How much of a foolish person he must be? അതായത് ഈ വാക്കിൽ തന്നെ ഉണ്ട് ഒരിക്കലും ഇതിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഈ സാധനത്തിനെ നശിപ്പിക്കും എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം മണ്ടനാണ്. Super. Right? So now this Sanatana means that which is always existing, and that which is the Dharma. Dharma means it is its nature. സനാതനം എന്നുള്ള വാക്കിന് അർത്ഥം എന്നേക്കുമായി ഉള്ളത് എന്നും ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയാത്തത് എന്നുമാണ്. അത് ധർമ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ സ്വഭാവം എന്നാണ്. That which is inherent in us. അത് സ്വാഭാവികമായും നമുക്കുള്ളത് എന്നാണ്. So what is it that is in this thing that is always existing, that is our nature? എപ്പോഴും ഉണ്ടാവുന്ന നമ്മുടെ സ്വഭാവം എന്താണ്? So we see that inside. See, first of all, we should understand who we are. Now this is where we are going to the root. Sanatana Dharma means we are going to the root of the whole thing. What is Sanatana? What is always existing and what is Swabhaviki? ആദ്യം നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ഈ വാക്കിന് അർത്ഥം മനസ്സിലാക്കണം. സനാതന എന്ന് പറയുമ്പോൾ എന്നേക്കുമായുള്ള ഇല്ലാതാക്കാൻ കഴിയാത്ത എന്ന അർത്ഥമുണ്ട്. ധർമ്മ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള എന്നും അർത്ഥമുണ്ട്. എന്താണ് സ്വാഭാവികമായിട്ടും എന്നേക്കും നശിപ്പിക്കപ്പെടാൻ പറ്റാത്തതായിട്ടുള്ളത്? See, for example, if I tell you first, let's understand the Dharma word. Now, ധർമ്മ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. now see this. What should I say? Water. വെള്ളമാണ് അല്ലേ? This water has a nature. വെള്ളത്തിന് ഒരു സ്വഭാവമുണ്ട്. What is its nature? എന്താണ് ആ സ്വഭാവം? What is it? ഏതിലോട്ട് നമ്മൾ പോട്ടാലും അതൊക്കെ സ്പെഷ്യൽ ഷേപ്പ് ഇല്ലേ, അതോടെ ഷേപ്പിലേ ആയിടും. And it is always flowing. വെള്ളത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് ഒഴുകുക എന്നുള്ളത് വെള്ളത്തിന്റെ ഒരു സ്വഭാവമാണ്. And what is other quality? മറ്റൊരു ക്വാളിറ്റി എന്താണ്? It can quench your thirst. ഏത് ഷേപ്പിൽ എങ്ങനെയാ അത് നമ്മൾ ഒഴിക്കുന്ന ഏത് That is also. That is correct. And then on top of it, it can quench your thirst. അത് മാത്രമല്ല വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ദാഹം മാറും. അതും ഒരു വെള്ളത്തിന്റെ സ്വഭാവമാണ്. So if something looks like water and if it cannot quench your thirst, it cannot be called water.
ആ നമുക്ക് കാണുമ്പോൾ വെള്ളം പോലെ ഇരിക്കും, എന്നാൽ കുടിച്ചാൽ നമ്മുടെ ദാഹം മാറുന്നില്ല എങ്കിൽ അതിന് നമുക്ക് വെള്ളം എന്ന് പറയാൻ കഴിയില്ല. So the nature of water is these things. യഥാർത്ഥ സ്വഭാവം വെള്ളത്തിന്റെ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. Same way this light is there. അതുപോലെ ഈ ലൈറ്റിന്റെ കാര്യം പറയാം. What is the nature of light? എന്താണ് ലൈറ്റിന്റെ യഥാർത്ഥ സ്വഭാവം? To give prakash. പ്രകാശം തരിക എന്നുള്ളതാണ്. And second thing, it does a heat also. അതേപോലെ തന്നെ മറ്റൊരു സ്വഭാവമുണ്ട്, അതിന് If you ചൂട് touch തരിക the എന്നുള്ളതാണ്. tube light, it will be hot. നിങ്ങൾ തൊട്ട് നോക്കിട്ട് ട്യൂബിനെ അത് ചൂട് ഫീൽ ചെയ്യും. So if you take the heat and light from the fire, then it is no more fire. നിങ്ങള് ചൂടും അതേപോലെ തന്നെ പ്രകാശവും ആ തീയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണെങ്കിൽ അതിനെ പിന്നെ എന്ത് വിളിക്കാൻ പറ്റില്ല, തീ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. This is how you have to understand what is nature. That which is inherent, that is a natural quality. It is born with it, and it will be there till it exists. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സ്വഭാവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും സ്വാഭാവികമായി തന്നെ നമുക്കുള്ള ഒരു സംഭവവും അത് എടുത്തു മാറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിനൊരു നിലനിൽപ്പില്ലാത്തതുമായ സംഭവത്തിനെയാണ് സ്വഭാവം എന്ന് പറയുന്നത്. And if you come to the word sanatana, sanatana means always existing. സനാതനം എന്നുള്ള വാക്കിലേക്ക് നമുക്ക് വരാം. സനാതനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളത് എന്നാണ് അർത്ഥം. And it can never be destroyed. ഒരിക്കലും അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. So within us, what is always existing and can never be destroyed? നമ്മളിൽ എന്താണ് ഉള്ളത്, എപ്പോഴും നിലനിൽക്കുന്നതും ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയുന്നതുമായ എന്താണ് നമ്മളിൽ ഉള്ളത്? This body, it came at a certain point. നമ്മുടെ ഈ ശരീരം നമുക്ക് ഒരു പ്രത്യേക സമയത്ത് കിട്ടിയതാണ്. It will go away at certain എന്നാൽ point. ഒരു സമയം കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും നമുക്ക്. Can you say call this body as sanatana? എന്നാൽ അങ്ങനെ നശിച്ചു പോകുന്നതിനെ ഈ ശരീരത്തിനെ സനാതനം എന്ന് വിളിക്കാൻ പറ്റുമോ? No. So something else is inside that is making us feel that I was always existing. Yes or no? ഈ ശരീരമല്ലാതെ മറ്റൊരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്, അത് നമ്മളോട് പറയുന്നു നമുക്ക് ഇത് ശരീരമല്ലാത്ത ഒരു നിലനിൽപ്പ് നമുക്കുണ്ടെന്ന് പറയും. Right? It cannot be. We cannot do that. It cannot be. So there's the our body is going to be destroyed at a point. But then you see, many of us are different. Hare Krishna, please. സോറി, നിങ്ങൾക്ക് പലർക്കും ഇത് സൈലന്റ് ആക്കി വെക്കാൻ അറിയില്ലാത്തതാണ് കാരണം മനസ്സിലായി. പക്ഷെ ഈ ക്ലാസിന്റെ ഫ്ലോ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇനി മുതൽ ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് കയറുമ്പോൾ എങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ സൈലന്റ് ആയി പഠിപ്പിച്ചു. ഓക്കെ, ശരി. എല്ലാരും ചെക്ക് ചെയ്യാൻ പറ. എല്ലാവരും ചെക്ക് ചെയ്തോളൂ. മൊബൈൽ നിങ്ങളുടെ സൈലന്റ് ആണെന്ന് എല്ലാവരും ചെക്ക് ചെയ്തോളൂ. So this സനാതന ധർമ്മം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. So in this body there is something that is always existing. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരിച്ചു പോകുമ്പോൾ നഷ്ടപ്പെടുന്ന ശരീരമല്ലാതെ ഒരു നിലനിൽപ്പ് നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം. What is that? There is something that which is making us feel I am always existing. ആ ഒരു സംഭവം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്നും നമ്മൾ നിലനിൽക്കുന്നു എന്ന് നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നത്. This is the question that we should ask. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടതാണ്. Animals cannot ask this question. ഒരു മൃഗത്തിന് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. Everybody is talking now. See, now they put the phone on silent, but their mouth is. ഇവിടെ നമുക്ക് മൊബൈൽ സൈലന്റ് ആയി ദയവായി. So so the sanatana, when we call it sanatana, please understand these things. If you don't understand, there is no question of our living in this world also. നമ്മൾ ദയവായി ഈ ചോദ്യം ഇതുപോലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനം. Because Bhagavatam is telling this. Bhagavatam, do you know who is Hiranyakashipu? നിങ്ങൾക്ക് ഭാഗവത്തിലെ ഒരു കഥാപാത്രമുണ്ട് ഹിരണ്യകശിപു. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? Do you know Prahlad? പ്രഹ്ലാദനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? Prahlad everybody knows. പ്രഹ്ലാദ് എല്ലാവർക്കും അറിയാം അല്ലേ? Father is Hiranyakashipu. അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഹിരണ്യകശിപു. Right? And he is the greatest demon. അദ്ദേഹം വലിയ അസുരനായിരുന്നു. And he is giving us this advice. അദ്ദേഹം ഇതേ ഉപദേശം നമുക്ക് തരികയാണ്. You know what advice he is giving? എന്ത് ഉപദേശമാണ് നൽകുന്നത് അറിയാമോ? Those who do not understand the difference between that which is eternal and that which is not eternal is the worst foolish. ഈ ലോകത്തിലെ ഏറ്റവും മണ്ടനായ ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആ ഹിരണ്യകശിപു എന്ന അസുരൻ പറയുകയാണ്, എന്താണ് നമുക്ക് എന്നേക്കുമായി ഉള്ളതെന്നും എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും എന്ന് മനസ്സിലാക്കാത്ത ആൾക്കാർ ഏറ്റവും വലിയ വിഡ്ഢികളാണെന്ന് ഹിരണ്യകശിപു എന്നുള്ള അസുരൻ പറയും.
And that is the same thing that is conveyed in Chitraketu story also. അതേ സംഭവം തന്നെയാണ് ചിത്രകേതു എന്നുള്ള നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കിലും പറയുന്നത്. First and foremost, this is the lesson that Krishna is giving to Arjuna in Bhagavad Gita also. ഇതേ സംഭവം തന്നെയാണ് അർജുനന് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്നത്. What is he telling? He is telling you are not this body, you are Atma, which is Sanatana. അവർ പറയാം, ഭഗവാൻ ഇത്രയും പേരും എല്ലാം പറയുന്ന ഒരേ കാര്യം, നമ്മൾ ഈ ശരീരം അല്ല, നമ്മൾ അതിനകത്ത് വസിക്കുന്ന ആത്മാവാണ്. ആത്മാവ് എന്നേക്കുമായി ഈ ലോകത്തുണ്ടായിരിക്കും. As long as you think that you are this body, you cannot be Sanatana. The moment you accept and convinced that I am Atma, I have no birth, I have no death, then you become Sanatana. നമ്മൾ സനാതനമായി മാറുന്ന എപ്പോഴെന്ന് വെച്ചാല് നമ്മൾ ഈ ശരീരമല്ല എന്നും നമ്മൾ ആത്മാവാണെന്നും നമുക്ക് ഒരു ജനനമില്ല എന്നും നമുക്കൊരു മരണവും അതുകൊണ്ട് ഇല്ല എന്നും മനസ്സിലാക്കി നമ്മളൊരു ആത്മാവാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സനാതനായി മാറുന്നത്. And that way of life which helps us nourish this Sanatana part of us is called Sanatana Dharma. എപ്പോഴാണോ നമ്മൾ ഈ സനാതനം എന്നേക്കുമുള്ള ആൾക്കാരാണ് നമ്മൾ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി എടുക്കുമ്പോൾ ആ ജീവിത ചിട്ടകളെ സനാതന ധർമ്മം എന്ന് പറയും. See, anything that is related to this body, if you are worrying about this and you are crying, then it is very, very foolish thing. യഥാർത്ഥത്തിൽ നശിച്ചു പോകുന്ന ശരീരത്തിനെ കുറിച്ച്, മരിച്ചു പോകുന്ന ശരീരത്തിനെ കുറിച്ചും ഇല്ലാതായിക്കുന്ന ശരീരത്തിനെ കുറിച്ചും നമ്മൾ വെപ്രാളപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ മണ്ടത്തരമായ ഒരു കാര്യമാണ്. So, for example, this is a very nice story that Hiranyakashipu is telling to, you know the story, no? Hiranyakashipu and Hiranyaksha are two brothers. Hiranyaksha was killed by who? Hiranyaksha was killed by who? Killed Hiranyaksha. ആരാണ് ഹിരണ്യാക്ഷനെ വധിച്ചത്? ഹിരണ്യാക്ഷന് ഹിരണ്യകശിപുവും എന്താണ്? അനിയന്മാരാണ്. ആരാണ്? Parahamurti. Parahamurti, no? വരാഹമൂർത്തിയാണ് ഹിരണ്യാക്ഷനെ He was വധിച്ചത്. taking the mother earth and it's a story, you know. Only thing is you don't know that that demon is Hiranyaksha. That is story, you know. ഭൂമിയെ ഒളിപ്പിച്ച അച്ഛന്റെ പേരാണ് ഹിരണ്യാക്ഷൻ. വരാഹമൂർത്തിയാണ് അദ്ദേഹത്തിനെ വധിച്ചത്. And but then when he was killed, this Hiranyakashipu, his other brother, no, he is very much upset, and this Hiranyaksha's wife, mother, all of them are crying on his dead body. എപ്പോഴാണോ ഹിരണ്യാക്ഷൻ മരണപ്പെട്ടത് അപ്പൊ തന്നെ അവിടെയുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടി കുടുംബാംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ മൃതശരീരത്തിന്റെ അടുത്ത് വളരെ നല്ല രീതിയിൽ വിലപിക്കുകയുണ്ടായി. Now they are all crying and Hiranyakashipu has to console them. ഇപ്പൊ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആള് എന്നുള്ള രീതിയിൽ അവിടെ ഹിരണ്യകശിപു ആണ് അവരെല്ലാം സമാധാനിപ്പിക്കേണ്ടിയിരിക്കുന്നത്. So now very nice, thank you. So now all of them are crying and Hiranyakashipu is coming and giving them advice. ഇവിടെ എല്ലാവരും വിഷമിക്കുകയാണ്. അപ്പൊ ഇവിടെ ഹിരണ്യകശിപു വന്ന് ഉപദേശം തരാൻ തുടങ്ങുകയാണ്. And while giving the advice you cannot give directly, so you have to give indirectly through a story. അതുകൊണ്ട് അദ്ദേഹം നേരിട്ട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു കഥ അവതരിപ്പിച്ചാണ് ആ ഉപദേശങ്ങൾ തരാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. So he is telling one story to his sister-in-law, his mother and all the other relatives that there was one king long ago, he was living, his name was Suyagnya. അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തക്കാരും ബന്ധക്കാരും അദ്ദേഹത്തിന്റെ ചേട്ടത്തിമാരൊക്കെ ഇരിക്കുന്ന ആ വിഷമമുള്ള മുഹൂർത്തത്തിൽ ഒരു കഥ പറയുകയാണ്. സുയജ്ഞ എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ കഥയാണ് പറയുന്നത്. So he was living, he was a very great king, he was living very powerful king, he was fighting so many battlefields, but in one battle he fought very tough fight, but he was killed in the battle. അതിശക്തനായ സുയജ്ഞ എന്ന് പറഞ്ഞ ഒരു രാജാവ് വളരെ നല്ല രീതിയിൽ യുദ്ധതന്ത്രങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ പല യുദ്ധതന്ത്രങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെടുകയും His crown has fallen off, his body were all having lot of cuts and everything, but in that I think he had lied down dead, and they had brought his body to home, and all the queens and ministers, everybody, they are all crying over the body. അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചിരുന്ന കിരീടം അഴിഞ്ഞു വീണിരുന്നു. ശരീരം മുഴുവനും മുറിവുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ശരീരം നല്ല രീതിയിൽ പൊട്ടിയിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ രാജധാനിയിലേക്ക് എടുത്തുകൊണ്ട് വരപ്പെടുകയും അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന് ചുറ്റും രാജ്ഞിമാരും മന്ത്രിമാരും എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ചിരുന്ന് കണ്ട് വിലപിക്കാൻ തുടങ്ങി. So who is telling this story? ഇത് ആരാണ് പറയുന്നത് ഈ കഥ എന്ന് അറിയാമോ? Hiranyakashipu.
ഹിരണ്യകശിപു എന്നുള്ള ഒരു അസുരനാണ് ഈ കഥ പറയുന്നത് മനസ്സിലാക്കേണ്ടതാണ്. And to whom he is telling? അത് ആരോടാണ് അത് പറയുന്നത് മനസ്സിലാക്കുന്നത്? അമ്മയോടും സഹോദരന്റെ ഭാര്യമാരും. To all the others. അദ്ദേഹത്തിന്റെ Relatives. സഹോദരന്റെ ഭാര്യമാരോടും മറ്റു കുടുംബക്കാരോടുമാണ് പറയുന്നത്. Yeah. So now he is now in this story, the story of Suyagnya, when they are all crying around the dead king, Yamaraj is coming in the form of a small Brahmana boy. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഈ കഥയില് അങ്ങനെ എല്ലാവരും വിലപിക്കുന്ന സമയത്ത് യമരാജാവ് ഒരു ബാലകന്റെ വേഷം ധരിച്ച് അവിടെ വരികയുണ്ടായി. ബ്രാഹ്മൺ boy or Brahman boy. ബ്രാഹ്മണ ബാലകൻ. Yes. Yeah. So he told too fast that you probably couldn't hear. It's okay. So he is telling, Yamaraj is telling to all of them who are crying that, oh lamenters, you are all fools. Those who are crying, he is telling, you are all fools. അത് ബാലകൻ അവിടെ വന്നിട്ട് പറയുകയായി, വിലപിക്കുന്ന എല്ലാവരും നിങ്ങളെല്ലാം മണ്ടന്മാരാണ്, വണ്ടികളാണ് എന്ന് അവിടെ പറയുക. Why? Because he is telling that person named Suyagnya, the king Suyagnya, is still lying before you. Why are you crying? He is gone, he is gone. ബാലകൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന സുയജ്ഞ എന്ന് പറഞ്ഞ രാജാവ് ഇതാ കിടക്കുകയല്ലേ, പിന്നെന്തിനാ നിങ്ങൾ വെറുതെ പോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്നത്? And he has not gone anywhere, he is just lying before you. അത് വേറെ പോയല്ലോ, ഇതാ കിടക്കല്ലേ എന്ന് പറഞ്ഞു. Then what is the cause of your lamentation? പിന്നെ എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു. Previously, he heard you and replied to you. Whenever you call Raja Suyagnya, he will call, yes, I want to go here and there. He will take in the rest and everything. He will go, come, everything, he will talk to you. So previously, he heard you and replied to you. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് വരെ അദ്ദേഹം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയും എല്ലാ കാര്യവും നിങ്ങൾ പറയുന്ന പോലെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുമായിരുന്നു. But now, not finding him, you are lamenting. But now, not finding him, you are lamenting. Not. You are not finding him and you are lamenting. ഇപ്പൊ അയാളെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ കരയുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് നേരത്തെ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഇപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. He is lying before you. എന്നാൽ ഇപ്പോഴും അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ കിടക്കുകയല്ലേ? He was talking, speaking and laughing, everything he was doing. But now he is not doing. നേരത്തെ അദ്ദേഹം ചിരിക്കുകയും സംസാരിക്കുകയും കഥ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പൊ അദ്ദേഹം ചെയ്യുന്നില്ല. You are not able to find him who was laughing and crying. നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. The body is there. ശരീരമുണ്ട് പക്ഷേ. Right. So he is telling this is contradictory behavior. This is contradictory behavior. ഇത് ശരിയായ പരസ്പരവിരുദ്ധമായ സ്വഭാവമല്ലേ? For you have never actually seen the person within the body. യഥാർത്ഥത്തിൽ നിങ്ങൾ അതിനകത്തുള്ള ആളിനെ നിങ്ങൾ കാണുന്നില്ല. Who heard you and replied. അദ്ദേഹമാണ് നിങ്ങളോട് യഥാർത്ഥത്തിൽ സംസാരിക്കുകയും കളി തമാശ പറയുകയും ചെയ്യും. You understand very, very, very powerful, very, very important concept this is. The person who was hearing you, talking to you, hearing all that, someone else inside. And you have not seen that person. And he is gone and you are crying. അതേ പറയുന്നത് വെച്ചാല് നിങ്ങൾ ഈ കാണുന്ന ആള് നേരത്തെ ഉള്ള ആള് ഇപ്പോഴും ഉണ്ട്. എന്നാൽ നേരത്തെ നിങ്ങൾ കണ്ടിട്ടില്ല, ഇതിനകത്തൊരാളുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ കാണാത്ത ആളാണ് ഇറങ്ങി പോയത്. പിന്നെന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? There is no need for your lamentation, for the body you have always seen is lying here. നിങ്ങൾ നേരത്തെ കണ്ട ആള് ഇപ്പോഴും ഉണ്ടല്ലോ. നിങ്ങൾ കാണാത്ത ആളാണ് അതിനകത്തുണ്ടായിരുന്ന ആള്. അദ്ദേഹമാണ് ഇപ്പൊ ഇറങ്ങിപ്പോയത്. അപ്പൊ കാണാത്ത ഒരാൾ ഇറങ്ങിപ്പോയതിൽ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? The person who was always talking to you from inside the body and hearing you, you have not seen him. അതായത് ഈ ശരീരത്തിനകത്തുണ്ടായിരുന്ന മറ്റൊരാള് അദ്ദേഹമാണ് നിങ്ങളോട് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിനെ നിങ്ങൾ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലാത്ത ഒരാളാണ് ഇറങ്ങിപ്പോയത്. പിന്നെ എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? You understand the concept? This is the foolishness we are all doing. Something which we have not connected at all, which is very temporary, that is sitting in front of us. The dead body is there in front of us. Crying. What is this? That's that person who you have not at all seen, but you are talking and hearing, and you have not seen that soul at all, that atma at all. You know that is gone. And one person who have not even seen, why are you crying when he is sleeping? ഇപ്പൊ നിങ്ങൾ നേരത്തെ സംസാരിച്ചു കണ്ടപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന അതേ ആള് ഇതായി പോയി നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. അത് അവിടെ തന്നെ ഉണ്ട്. എന്നാൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് അതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ആളാണ്. ആ ആള് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളിനെ ഇനിയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട്
പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത്? See, somebody is in the street, passed away, suppose. Hmm. I have never come, this is the first time I'm coming to the street, I don't even have any relation with that. I have not seen that person. They put tomorrow Kanniranjali, yeah? Adaranjali. 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 They'll put that picture of the, will I have any connection with that person's leaving? I will not, because I don't know the person. ഉദാഹരണമായി ഇപ്പൊ ഞാൻ ഇതിലെ വന്നു, അപ്പൊ ഞാൻ ഒരാളെ കണ്ടു. അപ്പൊ നാളെ നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ പടം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദരാഞ്ജലികൾ എന്ന പടവും ഫോട്ടോ ഇട്ട് ഒരു മാല ഇട്ടിട്ടുണ്ട്. എനിക്ക് വല്ല വിഷമമുണ്ടോ? കാരണം ഇതിന് മുമ്പേ അദ്ദേഹത്തിന് എനിക്ക് അറിയില്ല. So the person whom I do not know will not cry for him. ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളുടെ ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോ ഞാൻ എന്തിനു I have not seen him. ഞാൻ ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ലല്ലോ. There is no relationship. ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ Now you have not seen this person and you have been talking and that person is gone. Why are you crying? നിങ്ങൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി അവരെ നിങ്ങൾ കണ്ടിട്ടില്ല, അദ്ദേഹമാണ് പോയത്. കണ്ടിട്ടില്ലാത്ത ഒരാൾ പോകുമ്പോൾ നമ്മൾ എന്തിനു വിഷമിക്കണം? This is the same question. This is a question that Hiranyakashipu was asking to his mother and sister-in-law and all his ministers. ഇത്രയും വലിയൊരു ചോദ്യമാണ് ഹിരണ്യകശിപു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് സംസാരിക്കുന്നു. And this is the first lesson Krishna is teaching to Arjuna in Bhagavad Gita. ഇതേ കാര്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ആദ്യമായി പറയുന്ന ആദ്യത്തെ ഉപദേശം. At least here this sister, the mother and sister-in-law are crying after the that Hiranyaksha has died. But Arjuna was crying even before his father and mother died. നമ്മൾ നോക്കുമ്പോൾ ഹിരണ്യകശിപു ഉപദേശിക്കുന്ന ആ ഒരു സ്ഥലത്ത് ആൾറെഡി ഒരു മനുഷ്യൻ ഹിരണ്യാക്ഷൻ മരിച്ചതിന് ശേഷമാണ് അവരെല്ലാം വിലപിക്കുന്നതെങ്കിൽ അർജുനൻ അവരുടെ കുടുംബാംഗങ്ങൾ മരിക്കുന്നതിന് മുമ്പേ വിലയിക്കുന്നതായിട്ടാണ് ഭഗവത്ഗീതയിൽ കാണപ്പെടുന്നത്. So this concept, if we understand that the person whom we are talking to is not the form, that body that we are seeing, but someone inside the person. Even me also inside, I when I say I, this is not this body, but some the Atma that is inside, that is what is me. Then you will not worry about some body leaving or some body coming. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതിനകത്തുണ്ട്. ഞാനടക്കമുള്ള ആൾക്കാർ ഇവിടെ സംസാരിക്കുന്ന ആള് ഈ ശരീരമല്ല, ശരീരത്തിനകത്തുള്ള ഒരാളാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ ആ ശരീരത്തിന്റെ അടുത്തല്ല സംസാരിക്കുന്നത്, ആ ശരീരത്തിനകത്തിരിക്കുന്ന ആളിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ ഒരു മരണം സംഭവിക്കുന്ന അവസരത്തില് നമ്മൾ കണ്ടിട്ടില്ലാത്ത ആ ശരീരത്തിനകത്തുള്ള ആള് ആ ശരീരം ഉപേക്ഷിച്ചിട്ട് വേറൊരു ശരീരത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ആള് കണ്ടിട്ടില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് പോയത് കൊണ്ട് നമ്മൾ അതിന് വിഷമിക്കണം. Now you tell me one thing, is this concept applicable only to Hindus? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു സംഭവം ഹിന്ദുസിന് മാത്രമേ ഉള്ളൂ ഈ മരണം എന്നൊക്കെ പറയുന്നത്? Don't you see Muslims dying? എന്താ ക്രിസ്ത്യാനികൾ എന്താ Don't മരിക്കുന്നില്ലേ? you see Christians dying? ക്രിസ്ത്യാനികൾ മരിക്കുന്നില്ലേ? Don't you see Jains and Buddhists ജയന്മാരും are dying? ജയന്മാരൊന്നും മരിക്കുന്നില്ലേ? Everybody is dying. എല്ലാരും മരിക്കുന്നു. And everybody, so that is why this is universal concept, this is അതുകൊണ്ടാണ് universal truth. അതുകൊണ്ടാണ് പറയുന്നത് ഇത് സർവ്വലൗകികമായ ഒരു കാര്യമാണ്, സർവ്വലൗകികമായ ഒരു സത്യമാണ്. And so that is why this is applicable to everyone, and that is why this cannot be destroyed. ഇത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയും. And this is the first lesson. But the second lesson is that what is Sanatana, that Atma, which we call as Atma, which is always existing, it is part and parcel of the bigger Atma, that is the Supreme Lord Krishna. ഇത് നമ്മൾ സംസാരിച്ചത് ഒന്നാമത്തെ ഒരു കാര്യമാണ്, നമ്മൾ ആത്മാവാണ് എന്നുള്ളത്. എന്നാൽ രണ്ടാമത്തെ കാര്യം, ഈ ആത്മാവ് തന്നെ വലിയ ഒരു പരമമായ ആത്മാവിന്റെ അംശമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം. And so the duty of that part is to serve the whole. യഥാർത്ഥത്തിൽ ഒരു പാർട്ടായിട്ടിരിക്കുന്ന ഈ ആത്മാവിന്റെ യഥാർത്ഥ ജോലി എന്ന് പറയുന്നത് പൂർണ്ണനായ പരമാത്മാവിനെ സേവിക്കുക എന്നുള്ളതാണ്. And that is why we go to the temple. Padmanabha Swami is here, Guruvayurappan is there, and we have so many Ranganath Swami, Srirangam is there, so many Jagannath Puri, all these temples, various temples are there. Why we go and do puja, they worship there, so that we establish the relationship with the Supreme Lord Krishna. നമ്മള് ആത്മാവിന്റെ യഥാർത്ഥ ജോലി എന്ന് പറയുന്നത് പരമനായ പരമാത്മാവിനെ ആരാധിക്കുക, സേവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെ പോലും അറിയാതെ ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനെ കാണുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂരപ്പൻ, ഉടുപ്പി, അതേപോലെ തന്നെ ശ്രീരംഗം, അതേപോലെ തന്നെ ജഗന്നാഥപുരീത എന്നിങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി നമ്മൾ പരമാത്മാവിനെ നമ്മൾ സേവിക്കാൻ പോവുകയാണ്. So that is how you create the relationship. അതിലൂടെയാണ് നമ്മൾ ബന്ധം ഉണ്ടാക്കുന്നത്.
And that is why we do this process called bhakti. അങ്ങനെ നമ്മൾ ആ ബന്ധം ഉയർത്തിയെടുക്കുന്ന പരിപാടിയുടെ പേരാണ് ഭക്തി. Just like at home, we exchange love by sharing some gifts and some doing service at home. The wife is serving the family, the husband is going around and earning and getting money for the family, children and all. So this is how the love is exchanged. Same way, Krishna is supplying everything to us. So we go and thank him, express our thanks to him, put some lamp there, or pay obeisance, etc. And that is the only reason we are going to the temple and do some seva. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹവിനിമയം നടത്തുന്നത് പരസ്പരം സേവനങ്ങൾ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്നത് ഈ സേവനം ചെയ്തുകൊണ്ട് ആണ് എന്നതുപോലെ പരമാത്മാവ് നമുക്ക് ഈ ലോകത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നതിന്റെ നന്ദി പ്രകാശനമായിട്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി ഒരു ചൂടം കത്തിച്ചു വെക്കുകയോ വിളക്ക് കത്തിച്ചു വെക്കുകയോ ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഭഗവാന് വേണ്ടതെല്ലാം നൽകിയതിന് നന്ദി പറയുക. So we couldn't get further on Chitraketu's story, but the essence of the story we explained through this one verse which we discussed from the 7th canto, Hiranyakashipu's sloka. നമ്മൾ യഥാർത്ഥത്തിൽ ചിത്രകേതു മഹാരാജാവിന്റെ കഥകളാണ് സംസാരിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. എന്നിരുന്നാലും ചിത്രകേതുവിന്റെ ആ കഥയിലൂടെ നമ്മൾ പഠിക്കേണ്ട യഥാർത്ഥ ഗുണപാഠത്തിനെ കുറിച്ച് നമ്മൾ ഹിരണ്യാക്ഷന്റെ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുള്ള ഈ ഒരു ശ്ലോകത്തിൽ തന്നെ കോട്ട് ചെയ്ത് ഞാൻ ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഗുണപാഠമായി അതിലൂടെ പറഞ്ഞു തന്നു. There are many such stories with lessons inside Srimad Bhagavatam. How many of you know? I asked about how many of you know Bhagavatam already. So if you want to learn more about this our culture, we have to give this culture to the next generation. Otherwise, our life is a vyartha, it's a waste. എനിക്ക് എത്ര പേർക്ക് ഭാഗവതത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നപ്പോ അറിയാൻ ശ്രമിച്ചു. അപ്പൊ പറഞ്ഞു, നേരത്തെ ഞാൻ ചോദിച്ചല്ലോ, പലർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതമാകുന്ന ശരിയായ ധർമ്മം നമ്മൾ നന്നായി പഠിക്കുകയും നമ്മുടെ അടുത്ത ജനറേഷൻ നമ്മൾ അത് കൈമാറ്റം ചെയ്യുകയും ചെയ്യപ്പെടേണ്ടതാണ്. അല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് ശരിക്കും ഒരു അർത്ഥവുമില്ല. Simply earning money and just get them all the money to them, what are they going to do? They are going to waste it and become easy money comes. It will easily go away. They will waste the money also. They will waste the time also. They will waste everything. യഥാർത്ഥത്തില് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ എന്താണ് കൊടുക്കണമെന്ന് നമുക്ക് അറിയാതിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പണമാണ്. യഥാർത്ഥത്തിൽ ഈ പണം എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് അത് ഈസിയായി പണം കിട്ടുന്നത് കൊണ്ട് തന്നെ അതിന്റെ വാല്യൂ അവർ മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ ഈസിയായിട്ട് അതിനെ നശിപ്പിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ശരിയായ ധർമ്മമാണ്. So we have to teach them the values of life. അവരോട് നമുക്ക് ജീവിതത്തിന്റെ മൂല്യത്തിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. You have something? So we have to give them the values of life, but to give them the value of life, we should know the values of life. നമ്മൾ അവർക്ക് ജീവിതത്തിന്റെ മൂല്യങ്ങൾ കൊടുക്കണമെങ്കിൽ നമുക്കറിയണം എന്താണ് ജീവിതത്തിന്റെ മൂല്യം. So please read Bhagavad Gita. Please, ദയവായി our devotees are doing nice service here. ഭക്തന്മാർ ഇവിടെ നല്ല സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. And the best way to connect with Krishna is through Sankirtan. ഏറ്റവും നല്ലത് ഭഗവാനെ പരമാത്മാവായിട്ട് കണക്ട് ചെയ്യുന്ന ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് സങ്കീർത്തനം ചെയ്യുക എന്നുള്ളതാണ്. So this is very important thing where we will all die. നമ്മളെല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. Whoever is talking here, whoever is hearing, all of us are going to die. നമ്മളെല്ലാവരും മരിക്കാൻ പോകുന്നവർ തന്നെയാണ്. And at least before we die, we will at least make some meaning to our life. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. Anyone here who thinks that they will not die? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമുക്ക് മാത്രം മരണമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? And when we are talking about how to conquer death, if you don't show the dedication or the concentration or the focus, then it is like you are very hungry, very thirsty. You are going to the river, but without drinking the water, you are coming back. നിങ്ങൾ നശീലത്തിന്റെ യഥാർത്ഥ കോഡ് കാണിക്കണമെങ്കിൽ നിങ്ങൾ ഭാഗവത ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ വരേണ്ടതാണ്. അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഫലത്തിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് വിശപ്പുണ്ട്, ദാഹമുണ്ട്, എന്നാൽ അത് ആഹാരത്തിന് അടുത്തെത്തിയിട്ട് തിരിച്ചു പോകുന്നത് പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത്. So there is one beautiful lesson that Narada Muni teaches to Chitraketu. We will just close with that one sloka, beautiful sloka. We haven't read that. We just
read that. You are also becoming restless. What is the point? There is a shloka that he tells. It's called Yata Prayanti Samyanti. Just now you please recite Yata Prayanti. യഥാ All of you should recite. എല്ലാവരും ഏറ്റു പറയാ. ഇതോടെ കഴിഞ്ഞ് നമുക്ക് മതിയാക്കാം. Yata Prayanti യഥാപ്രയാന്തി Samyanti സംയാന്തി Roto Vegena വേഗേന Balukaha ബാലുകാഃ Samyujjante സംയുജ്യത്തെ Viyujjante വിയുജ്യത്തെ Tata തഥാ Kalena കാലേന Dehinah. ദേഹിനഃ. Understand this meaning of this shloka. Yata Prayanti Samyanti Roto Vegena Balukaha. Here you have beach, no? ഇവിടെ അടുത്ത് ബീച്ച് ഉണ്ടല്ലോ അല്ലേ? So when the waves come and hit the shore, the particles of sand they all get together, or some particles of straw they all get together. ആ അങ്ങനെ തിര അടിക്കുമ്പോൾ ചില ഒരുപാട് കുറെ സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചിലപ്പോൾ വന്നിരിക്കാം. And so they all come together. And when the wave goes away, then they all get separated. എന്നാൽ എപ്പോഴാണോ ആ തിരമാല വന്നതുപോലെ തിരിച്ചു പോകുന്നത്, അപ്പൊ ഒരുമിച്ച് വന്ന കുറെ പദാർത്ഥങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ പിരിഞ്ഞും പോകും. And similarly, the wave of time brings us together. അങ്ങനെ ഇതേപോലെയാണ് നമ്മുടെ സമയമാകുന്ന തിരമാല നമ്മളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. And when the time takes us away, then we all are separated. എപ്പോഴാണോ തിരമാല സമയമാകുന്ന തിരമാല നമ്മളിലേക്ക് അകന്നു പോകാൻ തീരുമാനിക്കുന്നത്, അപ്പോൾ നമ്മളെല്ലാം അകന്നു പോകും. This 1 hour we all were brought together by the wave of time. ഈ ചിലപ്പോൾ നമ്മളിപ്പോ 1 മണിക്കൂർ എന്നുള്ള രീതിയിലാണ് ഈ തിരമാല സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി ചെയ്യുന്നത്. This few minutes here and there we have to spend. You are not any of you are going to catch train station. ഇന്ന് ആരെങ്കിലും ട്രെയിന് പിടിക്കാൻ Anybody from far away from ദൂരെയുള്ള here? ആൾക്കാർ എവിടെ ഇവിടെ ഉണ്ടോ? No. ഇല്ലല്ലോ. So what are you going to do if you miss the 2-3 minutes? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1-2 മിനിറ്റിനകത്ത് ട്രെയിൻ മിസ്സായാൽ എന്ത് ചെയ്യും? Huh? കുറച്ചുകൂടെ സമയമായ എന്ത് പറ്റും? No, it's okay. I'll just complete this 1-2 minutes. So, but in same way, we have all brought together. We'll all separate in our own way. We'll all go. ഒരു സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് വരുന്നു, സമയം മാറുമ്പോൾ നമ്മളെല്ലാം പിരിയേണ്ടവരാണ്. So somehow or other, understand this concept. We are not here. You give few minutes of your time to focus on the subject. It's only good for you, not for we don't have anything we are not going to get some big money income or some name fame, nothing like that. Our people are doing so much seva sacrifice. This is all to just come and give this small message. It's so commonsensical, isn't it? And we are all also going to cry like this. If you don't, then being called a fool by an intelligent person, good person is okay. Being called a fool by a demon. അപ്പുറം പറഞ്ഞ കാര്യം ഞാൻ എന്നോട് പറയാം. അതായത് നമ്മൾ ഇവിടെ കുറച്ചു നേരം കൂടി ഭഗവാന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭക്തന്മാർ ഇവിടെ വരികയും പോവുകയും ചെയ്യുന്നത് എന്തെങ്കിലും മണിയും മറ്റോ അങ്ങനെയൊന്നും അല്ലല്ലോ. അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഈ മനോഹരമായ ശ്രീമദ് ഭാഗവതത്തിന്റെ മെസ്സേജ് ജനങ്ങളിൽ എത്തിച്ച് അവരുടെ ജീവിതം സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഈ ധർമ്മശാസ്ത്രങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിന് ന്യായമുണ്ടെന്ന് പറയാം. എന്നാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹിരണ്യകശിപു പോലത്തെ അസുരനാണ് നമ്മുടെ ഈ ശരീരമല്ല, നമ്മൾ ആത്മാവാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. So just like we all came together within this 1 hour and went away, in our family also there are few people who are staying together. You have our friends, they are staying together, just like the straws in the shore that comes together and with the wave going. This is the concept from our greatest scripture. Can you think any other scripture can you like this? And we are ignoring this. എങ്ങനെയാണോ നമ്മള് ഒരുമിച്ച് ഇവിടെ വന്നു, ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ തിരികെ പോകും. ഇതുപോലെ കുറച്ച് സമയം മാത്രമേ നമ്മൾ ഒരുമിച്ചിരുന്നുള്ളൂ. എന്നാൽ കുറച്ചുകൂടി ദീർഘകാലം ഒരു കുടുംബാംഗങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ തിരിയുക തന്നെ വേണം. അത് എങ്ങനെയാണെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഒരുമിച്ച് തിരമാലകൾ അടിക്കുമ്പോൾ ഒരുമിച്ച് കൂടുന്ന മരക്കമ്പുകൾ ആ തിരമാല തിരിച്ചു പോകുമ്പോൾ വന്നതുപോലെ തന്നെ പിരിഞ്ഞു പോകുന്നത് പോലെ. So with this you end, you just chant at least, the best way to reach this understanding in this Kali Yuga, simplest is to chant the holy name of Krishna. എല്ലാ നമ്മുടെ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്നുള്ള രീതിയിൽ കലിയുഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ അതിന്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഭഗവാൻ കൃഷ്ണന്റെ നാമങ്ങൾ നമ്മൾ എന്നും ജപിക്കുക, ഒരുമിച്ചിരുന്ന് സങ്കീർത്തനം ചെയ്യുക. So with this we can go back to Goloka just like that. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ നേരിട്ട് നമ്മൾ ഗോലോക വൃന്ദാവനത്തിൽ പോകുന്നത് പോലെയാണ്.
So we can raise our hand and loudly and nicely chant the Hare Krishna mantra. Don't hesitate. You chant so loudly that your phone ring also should not hear. നിങ്ങൾ ചെയ്യേണ്ടത് ആകെ നമ്മൾ ഉറച്ച് കൈ രണ്ടും പൊക്കി സന്തോഷത്തോടുകൂടി നാമജപം അലറി വിളിച്ച് നമ്മൾ പാടേണ്ടതാണ്. ആ സമയത്ത് നമ്മുടെ മൊബൈലിൽ അടിക്കാൻ നോക്കിക്കോളൂ. And when we raise our hand, no, we should raise our hand like Draupadi. Draupadi didn't have anything. Finally, she said, "Nobody is here, only you are here." With that mood, we should raise our hand and loudly chant the Hare Krishna mantra. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Thank you so much. Hare Krishna. Question. Last slogan you chanted, which And waves, yes, straws, yes. 6, ആറാவது സ്കന്ധം, ആറാമത്തെ സ്കന്ധം 15ാമത്തെ അധ്യായം, 15ാമത്തെ അധ്യായം, 3ാவது ശ്ലോകം. 6:15-3 ശ്രീമദ് ഭാഗവതം 6:15-3. 6:15 எவ்வளவு பவர்ஃபுல் பாருங்க. Very very powerful. No arguments against this. All of us have to go through this. இது தெரிஞ்சிட்டா, if you know this particular concept, ஒரு கான்செப்ட் மட்டும் தெரிஞ்சா தமிழ் புரியும் இல்லையா? இந்த சிறிய கான்செப்ட் புரிஞ்சிடுச்சுன்னா அதுக்கப்புறம் சோகம் மோகம் எதுவுமே கிடையாது. എപ്പോഴാണോ നമ്മൾ ഈ തത്വശാസ്ത്രം മനസ്സിലാക്കിയത് അതോടൊപ്പം നമ്മുടെ ശോകം മോഹം ഭയമെല്ലാം മാറും. അപ്പൊ സമയമാണ് ബാക്ക്ഗ്രൗണ്ടില് ഭക്തന്മാരെ കീർത്തനം പാടും. അതേ സമയത്ത് നമുക്ക് പ്രസാദം കഴിക്കാം.